ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലായിടത്തും നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല വെള്ളമൊക്കെ കുടിച്ച് നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ പ്രഗ്നൻസി ജേർണീനെ പറ്റി പറയാനാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയാനുണ്ട് കേട്ടോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ പോയാലോ. പ്രഗ്നൻസി ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ പ്രഗ്നൻസി ജേർണി ഉണ്ടാകുക. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അനുഭവപ്പെട്ടതും എൻ്റെ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോ ആൾക്കാർക്കും നല്ല വ്യത്യാസമുണ്ട്. എല്ലാവർക്കും വ്യത്യാസമുള്ളൊരു കാര്യമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പ്രഗ്നൻസി ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് 2018 കേട്ടോ. ഞങ്ങൾക്ക് തനുവാവി ഉണ്ടായിരുന്നത് 2023 കേട്ടോ. അപ്പോൾ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങളുടെ മോളെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം കേട്ടോ. ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞാൽ തന്നെ ചോദ്യം ചോദിക്കാൻ തോന്നും. വിശേഷമായില്ലേ. നമുക്കൊരു പരിപാടിക്ക് പുറത്ത് പോകാനോ ഒന്നിനും പറ്റില്ല. അപ്പോഴത്തേക്കും ചോദിക്കും വിശേഷമായില്ലേ എന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ 5 വർഷത്തെ കാത്തിരിപ്പിന് ഇടയിൽ കുറേ ചോദ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും ഇങ്ങനെ ഒരു വിശേഷമായില്ലേ എന്നൊക്കെയായിരുന്നു ചോദ്യം. പിന്നെ എവിടെയും പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് കാണിച്ചോ, ഇന്ന ഡോക്ടറിനെ കാണിച്ചോ അങ്ങനെ പറയും കേട്ടോ. അത് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടാണോ സ്നേഹം ഉണ്ടായിട്ടാണോ അത് നമുക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കും, ചിലവർ നമ്മളെ കുത്തി നോക്കിയായിരിക്കും. അങ്ങനെ ആയിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ ചിലവരുടെ അടുത്തു നിന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് വല്ലാതെ വിഷമം തോന്നും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ തോന്നാറ്. 5 വർഷത്തിന് ശേഷം ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു, കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും പെണ്ണുങ്ങളെയാണല്ലോ കുറ്റം പറയുക. അവർക്കായിരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക. ആർക്കാ എന്താ കുഴപ്പമെന്ന് അറിയാതെ വരെ നമ്മളെയായിരിക്കും എല്ലാവരും കുറ്റം പറയുകയുണ്ടാവുക കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പേടിക്കേണ്ട ഒരിതുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്ന ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ, ഏട്ടൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പം അവിടെ നിന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത് കേട്ടോ. പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആയത് അവിടെ നിന്നാണ്. കാർഡ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കാർഡിൽ ലൈൻ കണ്ടു കേട്ടോ. 2 ഡോട്ട് കണ്ടിരുന്നു. അപ്പോഴത്തേനും ഏട്ടൻ ഇങ്ങോട്ട് പോകുന്ന പരിപാടി കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കഴിയുന്നോടെ വരെ നിന്നത്. പിന്നെ ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഉണ്ടായതായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഇങ്ങോട്ട് പോരാൻ നിന്നില്ല ഏട്ടൻ്റെ വീട്ടിലോട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഏട്ടനിടയ്ക്ക് അങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മാറിയിരുന്നു. ഞാൻ കാണിച്ച ഹോസ്പിറ്റലിൽ സ്കാനിങ് അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം കുറച്ച് പേരെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. സ്കാനിങ്ങിന് വേറെ ഡോക്ടർ വന്നിട്ടായിരുന്നു നോക്കുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മാറിയിരുന്നു ഒരു 7 മാസമായപ്പം. പിന്നെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. ഷുഗർ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു. ഒരിക്കലും അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എൻ്റെ പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ് ലാസ്റ്റ് എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞത് ഒരു ഗ്ലാസ് നല്ല മധുരമുള്ള ചായ മേടിച്ച് എനിക്ക് തരാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിനെക്കാട്ടും വലിയ നമുക്ക് സങ്കടമാകുന്നത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് അങ്ങ് പറ്റ ലോ ആയിപ്പോയി ഷുഗർ. അപ്പോൾ ഓരോ മണിക്കൂർ ഗ്യാപ്പിട്ട് അവർ കാലിൽ നിന്ന് വന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ നമുക്ക് സങ്കടമാവും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും ഇനിയെങ്കിലും ഞാൻ അങ്ങനെ എല്ലാവരോടും പറയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഷുഗർ വന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ വെറുതെ കൺട്രോൾ ചെയ്തിട്ട് ലാസ്റ്റ് ഷുഗർ കൂടുതലാവുന്ന എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബുധനാഴ്ചയായിരുന്നു ഞാൻ അഡ്മിറ്റ് ആവാൻ പോയത്.
ബുധനാഴ്ച വൈകുന്നേരം ട്യൂബിട്ടെ. എനിക്ക് ഏറ്റവും വലിയ വേദനയായി തോന്നിയത് ട്യൂബിടുന്നൊരു കാര്യമാണ്. എൻ്റെ ഇതിലെനിക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ ട്യൂബിടുന്നത്. എൻ്റെ ഒരു കാര്യം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലിൻ്റെ എല്ലാ വേദനയും അനുഭവിച്ചും ചെയ്തു. അറ്റ് ലാസ്റ്റ് സിസേറിയൻ ആവുകയും ചെയ്തു. അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബിട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മൾ നടക്കണമല്ലോ. അങ്ങനെ നടന്നൊക്കെ ചെയ്ത് ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ രാത്രി സിസ്റ്റേഴ്സ് വന്ന് പോയി കിടന്നു എന്ന് പറഞ്ഞു. നമുക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ വേദനിച്ചിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിൽ പോയിട്ട് PVയും ചെയ്യണം. അതിൻ്റെ വേദന ഇതിൻ്റെ വേദന എല്ലാ വേദനയും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു രാവിലെ വെളുപ്പിന് ഒരു 3-4 മണിയാകുമ്പത്തിന് ട്യൂബ് ഇറങ്ങിപ്പോയി കേട്ടോ. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വയറ് കഴുകി എനിക്ക് ഗുളിക തന്നിരുന്നു കേട്ടോ. ഗുളിക കഴിച്ച് ഉച്ചയായിട്ട് എനിക്ക് വേദനയൊന്നും വരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ കഴിച്ചവർക്കൊക്കെ ഒരുവിധം വേദനയൊക്കെ ആയി ലേബർ റൂമിൽ കയറ്റി കേട്ടോ അവരെ. അതിന് ശേഷം എനിക്ക് നാക്കിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ഗുളിക തന്നു. ആ ഗുളിക തന്നപ്പത്തിന് വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പത്തിന് എനിക്ക് പെയിൻ വന്നു കേട്ടോ. പെയിൻ വന്ന് വയറൊക്കെ നല്ല ചൂടായി വന്നേ. അപ്പത്തേനും ലേബർ റൂമിൽ പറഞ്ഞപ്പത്തിന് അവിടെ അവർക്കൊക്കെ തിരക്കാണ്. കുറേ കേസുകളുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പത്തിന് ഡോക്ടർ ഒന്ന് PV ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ. അപ്പത്തേനും ഇത് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ നമുക്ക് ട്രിപ്പ് ചെയ്തിട്ട് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്ന് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 1:30 വരെ കാത്തു. 1:30 ആയപ്പോൾ ഡോക്ടർ വന്ന് PV ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു 5.5 ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ നമുക്കിനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെള്ളം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു മോളെ കുട്ടി മഷി പിടിച്ചിട്ടുണ്ട്, നമുക്ക് വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഓപ്പറേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഈ നമ്മളെ കാലിലൊരു മുള്ളു കുത്തിയാൽ പിന്നെ കാലിനടിയിൽ നിന്ന് ഒരു വേദന വരുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അപ്പോൾ ഒരു എന്തോ ദൈവം തന്ന ധൈര്യം എന്തായിരിക്കും, എനിക്കങ്ങനെ പേടിയോ അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ 80 തന്നെയായിരുന്നു കേട്ടോ ലേബർ റൂമിൽ. അപ്പോൾ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ വേഗം ഡ്രസ്സ് മാറ്റി തന്നു, ചേഞ്ച് ചെയ്ത് തന്നു, വേഗം മുടി കെട്ടി, അങ്ങനെ ഓരോന്ന് ചെയ്ത്. പിന്നെ അമ്മയായിട്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, നമുക്ക് വേഗം തന്നെ ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഏട്ടനൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് രണ്ടുപേരെ എങ്ങനെയെങ്കിലും പുറത്ത് കിട്ടണം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒപ്പിട്ട് കൊടുത്താൽ. എന്താണെന്ന് വെച്ചാൽ തലേദിവസം എനിക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. വേഗം തന്നെ അവരെ മുന്നിൽ കൂടെ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ ഏട്ടൻ്റെയൊക്കെ ഒരവസ്ഥ. നമ്മളുള്ളിലാണ് നമുക്കറിയാം എന്തെങ്കിലും, പുറത്ത് അവർക്ക് എന്തൊരു ടെൻഷനാവുമെന്ന്. കുഴപ്പമൊന്നുമില്ല നോർമലാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് മഷി ഓടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് രണ്ടാമതൊരു ടെൻഷൻ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ആണുങ്ങളായിട്ട് ഏട്ടൻ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്ക് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു ചേച്ചീൻ്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെ മരുമക്കളൊക്കെ അവിടെ ഇല്ലതുകൊണ്ട് അമ്മയ്ക്കൊരു കൂട്ടിന് അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അനസ്തേഷ്യ തന്നു. വേഗം എല്ലാം പെട്ടെന്ന് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, നമുക്കെല്ലാം ബോധമുണ്ടല്ലോ, എല്ലാവരും പറയുന്ന പോലെ നമുക്കെല്ലാം ചെയ്യണതൊക്കെ ബോധമുണ്ട്. ഇവർ കുഞ്ഞിനെ എടുത്തിട്ട് പോയിട്ട് കുഞ്ഞിനെ കിട്ടിയെന്നോ കുഴപ്പമില്ലെന്നോ ഒന്നും എന്നോട് പറയുന്നില്ല കേട്ടോ. എനിക്ക് ആ ടെൻഷനായിട്ടോ. നമുക്ക് ബോധമുണ്ട്, അരയ്ക്ക് താഴോട്ട് നമുക്ക് തളർച്ച വരുമെന്നല്ല പറഞ്ഞത്, നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടീനെ എടുത്തിട്ട് പോയിട്ട് ഒന്നും പറയണമില്ല. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് മഷി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് കൊണ്ടുപോയതായിരുന്നു അവർ. അങ്ങനെ അവർ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോളാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുള്ളവരെ കാണിച്ചു എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. പിന്നെ അവിടുന്ന് ഒരു രാത്രി 11:30 ആയപ്പോഴത്തേന് എന്നെ റൂമിലോട്ട് മാറ്റി കേട്ടോ. അങ്ങനെ അവിടെ 3 ദിവസം നിന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി. അപ്പം ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയും വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയതാണ് ഞങ്ങൾക്ക് തനുവിനെ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അനുഭവങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നെ വരാം. ബൈ.